ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക തരം നവോത്ഥാനമുണ്ട്. ഏതെങ്കിലും ഒരു അമുസ്ലിം സ്ത്രീ ഒരു ഇസ്ലാമിക ഭക്തിഗാനം പാടിയെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ അവർ തട്ടമിട്ടൊരു റീൽസ് ചെയ്തെന്ന് വിചാരിക്കുക. അത് വലിയ രൂപത്തിൽ വൈറലാക്കും മുസ്ലിങ്ങൾ തന്നെ. നമുക്കറിയാം, ഒരു നബിദിനത്തിൻ്റെ ഘോഷയാത്ര നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ചാറ്റൽ മഴ നനഞ്ഞു വന്ന് ഒരാൺകുട്ടിക്ക് ഈ നബിദിനത്തിൻ്റെ ഘോഷയാത്രയിൽ നടന്നു പോകവേ ഒരു നോട്ടുമാല ഇട്ടുകൊടുത്ത സംഭവം എന്ത് പെട്ടെന്നാണെന്ന് നോക്കിക്കുക. അത് വൈറലായത്. അത് വൈറലാക്കാനും ആളുകൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇതാണ് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ കേരള സ്റ്റോറി എന്നും ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മതേതര കാഴ്ചപ്പാടെന്നും വാനോളം പൊക്കി ഇളക്കി മറിച്ചു. കാരണം അവര് ഒരു ഹൈന്ദവ സ്ത്രീയായിരുന്നു. അവർ നോട്ടുമാല ഇട്ടത് ഒരു മുസ്ലിം പയ്യനായിരുന്നു. നബിദിനത്തിന്റെ ഘോഷയാത്രയല്ലേ. അതേപോലും കോഴിക്കോട് പോളിയോ ബാധിച്ച് ഇരുന്നു പോയ ഒരു കുട്ടിക്ക് കണ്ണന്റെ രൂപം ഒന്ന് ആക്കാനും ആ കുട്ടിക്ക് ആ ഘോഷയാത്രയിൽ ഒന്ന് പങ്കെടുക്കാനും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ട് വീൽ ചെയറിൽ ഇരുന്നിട്ട് ഒരു ഘോഷയാത്ര നടത്താൻ ഒരു ആഗ്രഹം അവർ സാധാരണ നടത്താറുണ്ട്. ഉമ്മയുടെ ഉമ്മ പർദ്ദധാരിയായി അവര് ആ ഘോഷയാത്രയിൽ ആ കുഞ്ഞിന്റെ വീൽ ചെയർ ഉരുട്ടി. എത്ര ഉസ്താദുമാരാണ് വന്നവർക്ക് നരകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കയറി കൊടുത്തത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിന്റെ മതേതരത്വം. ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ സ്വാഗതമാണ്, ഇൻകമിങ് ഓക്കെയാണ്. ഔട്ട് ഗോയിങ് നമുക്ക് പറ്റില്ല. ക്ഷേത്രത്തിൽ വെച്ചിട്ടൊരു നോമ്പുതുറ നടത്തി നോക്ക്, ചർച്ചിൽ വെച്ചിട്ടൊരു നോമ്പുതുറ നടത്തി നോക്ക്, അത് ഇരുകൈയും കൂട്ടി സ്വീകരിക്കും. അതേപോലും നിങ്ങൾക്ക് മസ്ജിദിന്റെ മുറ്റത്ത് ഇത്തരം ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. ഒരു മുസ്ലിം കുടുംബം ഏതെങ്കിലും അമുസ്ലിങ്ങളുടെ ആരാധനാ രീതിയെ അനുഗമിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഓണാഘോഷം പാടില്ല, ക്രിസ്മസിന് വിഷ് ചെയ്യാൻ പാടില്ല, ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പാടില്ല, വിഷുവിന് കൈനീട്ടം കൊടുക്കാൻ പാടില്ല. അമുസ്ലിങ്ങളുടെ ഒരു ആരാധനയെയും ഒരു വിശ്വാസത്തെയും നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്ന് കർശനമായി മതവിധി നമ്മുടെ നാട്ടിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പറ്റില്ല. മുസ്ലിം കുട്ടികള് തട്ടമിട്ട് ഓണത്തിന് തിരുവാതിര കളിച്ചതിൻ്റെ പേരിൽ, ഓണത്തിന് ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ നമ്മുടെ നാട് കണ്ട അട്ടഹാസമൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ. ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടി അവരുടെ അരങ്ങേറ്റം ഏതോ ക്ഷേത്രത്തിലായതിൻ്റെ പേരിൽ അതിൻ്റെ മാതാവ് മരിച്ചിട്ട് പള്ളിയിലേക്ക് കബറടക്കാൻ പോലും സമ്മതിക്കാത്ത നാടാണ് നമ്മുടെ നാട്. ഈ നാടിന്റെ മതേതരത്വം എന്താണ് എന്ന് അനുഭവിക്കുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. ഒരേ ഒരു സംഭവം വെച്ചിട്ട് മാത്രം. കഴിഞ്ഞ ദിവസം മഹാനവമി. അപ്പോ വലിയ രൂപത്തില് രണ്ട് മുസ്ലിം സഹോദരിമാര് അവരുടെ ഭക്തിഗാനം പാടി. ഇപ്പൊ അവരുടെ അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അവർക്ക് പള്ളിയിൽ നിന്നും ഭ്രഷ്ട് വന്നോ വിലക്ക് വന്നോ, അതിന്റെ പേരിൽ എന്താണ് ഇനി അവർ അനുഭവിക്കാൻ പോകുന്നത്, ഇതൊന്നും അറിയില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസം രാമനവമി, ശ്രീരാമ മഹാനവമി ആയിരുന്നു. രാജ്യത്തുടനീളം ഒരുപാട് ആഘോഷ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസം നിരവധി ക്ഷേത്രങ്ങളിൽ, അയോധ്യയിലടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. നിരവധി ഭക്തജനങ്ങളാണ്, സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തന്നെ ഈ രാമനവമിയോടനുബന്ധിച്ച് ഒത്തുകൂടി. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, കശ്മീർ എന്ന സംസ്ഥാനത്ത്, ജമ്മു ആൻഡ് കശ്മീർ എന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ആർട്ടിക്കിൾ 370, 35A എന്നീ പ്രത്യേകമായ ഭരണഘടനാ ആർട്ടിക്കിളുകൾ എടുത്തു കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമാധാനപൂർണമായ ജീവിതം, അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരുടെ, തീവ്രവാദികളുടെ ഒക്കെ തന്നെ ആക്രമണങ്ങൾ ഇല്ലാതെയാവുക, അതുപോലെ മതസൗഹാർദ്ദപരമായി എല്ലാവിധ ജനങ്ങളും ഒത്തുകൂടി എല്ലാവിധ ആഘോഷങ്ങളും നടക്കുന്നു എന്നുള്ള വാർത്ത ചില ദേശീയ മാധ്യമങ്ങളിൽ എങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും, പ്രേക്ഷകരത് കണ്ടിട്ടുമുണ്ടാകും. നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും അതൊന്നും കണക്കാക്കുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം ശ്രീരാമ നവമിയോടനുബന്ധിച്ച് ജയ് ശ്രീറാം വിളികളുമായി വലിയ ആഘോഷത്തോടെ
മുസ്ലിം സമൂഹവും ജമ്മു ആൻഡ് കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുകൂടി. അതുപോലെ തന്നെ എല്ലാവിധ മതസ്ഥരും ഒത്തുചേർന്നുള്ള രാമനവമി ആഘോഷങ്ങളാണ് ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ദേശീയ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. കുറെ മുസ്ലിം സ്ത്രീകളുടെ ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അധികവും മുസ്ലിം സ്ത്രീകളായിരുന്നു. ഇതൊരു കൂട്ടായ്മയുടെ, ഇപ്പം നമ്മൾ കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു വളരെ പ്രാധാന്യമുള്ള, അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അവിടെ വെടിയൊച്ചകൾ നിലച്ചിരിക്കുന്നു, വെടിയൊച്ചകൾ ഇല്ലാതായിരിക്കുന്നു. വെടിയൊച്ച കേട്ട് ജനങ്ങൾ ഉണരുന്നില്ല, അല്ലെങ്കിൽ വെടിയൊച്ച രാവിലെ എണീക്കുമ്പോൾ തന്നെ വെടിയൊച്ചകളും ബഹളം വിളികളും മാത്രം കേട്ടിരുന്ന കാശ്മീരാണ് ഇപ്പോൾ ഈ ആർട്ടിക്കിളുകൾ എടുത്തു കളഞ്ഞ ശേഷം, പ്രത്യേക ഭരണഘടന ഒരു അനുമതി മാറ്റിയ ശേഷം ഇപ്പോൾ അവിടെ ജനങ്ങൾ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങളിലും എല്ലാവിധ ജനങ്ങളും പങ്കാളികളാകുന്നു. അവിടെ റമദാൻ പുണ്യമാസത്തോട് അനുബന്ധിച്ച് ഹിന്ദുക്കളും അവിടെയുള്ള വളരെ കുറച്ച് ക്രിസ്ത്യാനികളും എല്ലാവിധ സമൂഹങ്ങളും ഒക്കെ അവിടെ നോമ്പുതുറയും മറ്റും സംഘടിപ്പിച്ചതും വാർത്തയായിരുന്നു. ഇപ്പോൾ മഹാരാമ നവമി അവിടെ എല്ലാവിധ ജനവിഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടാടുന്നു, ഒരുമിച്ച് ആഘോഷിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് എങ്ങനെ സമാധാനം കൊണ്ടുവരാം, എങ്ങനെ അവിടെ ശാന്തിയോടെയും സ്വസ്ഥതയോടെയും മനുഷ്യനെ ജീവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ആ പ്രദേശത്തെ മാറ്റിയെടുക്കാം എന്നതിന്റെ ഏറ്റവും വ്യക്തമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ കണ്ടത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ നമ്മൾ അല്ല, മതേതരത്വം ഒക്കെ നല്ലതാണ്, വൺ സൈഡ് മതേതരത്വം ആകരുത് എന്ന് മാത്രം. അതേപോലും ഈ കേരളത്തിലായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടല്ലോ, നമ്മൾ അനുഭവിച്ചറിയേണ്ടി വരും. നമ്മൾ കണ്ടതാണ് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് അവിടെ ഒരു പുൽക്കൂട് വെച്ചിരുന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ. അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ അതുവഴി വരുന്നത്. മുഹമ്മദ് മുസ്തഫയ്ക്ക് അത് കണ്ടിട്ട് തീരെ പിടിച്ചില്ല. ഇതൊരു ഗവൺമെന്റ് പൊതു സ്ഥാപനമാണല്ലോ, എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് ക്രിസ്ത്യൻ പുൽക്കൂട് ഇവിടെ വരുന്നത്? വേണ്ട, എൻ്റെ മതം അനുസരിച്ചിട്ട് ഇത് തെറ്റാണ്. ഉടനെ തന്നെ ഈ പുൽക്കൂടെല്ലാം കൂടി എടുത്തിട്ട് കവറിനകത്തിട്ട് കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു. ക്രിസ്ത്യാനികൾ മിണ്ടിയില്ല. അതുകൊണ്ടൊന്നും തകർന്നു പോകുന്നതായിരുന്നില്ല ക്രിസ്ത്യാനികളുടെ മതവികാരം. അവർ ശക്തമായി തന്നെ അതിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യാനികൾ എന്താ മിണ്ടാതിരിക്കുന്നത്? വണ്ടന്മാര് പേടുത്തുണ്ടന്മാര് പിന്നീട് എന്ത് ചെയ്തു? എണ്ണയൊഴിച്ച് ഗ്യാസിൽ നിന്ന് ലൈറ്ററൊക്കെ ഉപയോഗിച്ചിട്ട്, ആദ്യം ലൈറ്റർ ഉപയോഗിച്ചിട്ട് കത്തിയില്ല, ബൈബിള് കത്തിക്കുന്നു, എന്നിട്ടത് വീഡിയോ പകർത്തുന്നു, സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഒരു സെക്കൻഡ് അത് ഒരു ഹൈന്ദവനോ ഒരു ക്രൈസ്തവനോ ആണ്, ഖുർആനാണ് എന്നൊന്ന് സങ്കല്പിച്ച് നോക്ക്. കേരളം ഇന്നത്തെ നാഗ്പൂരിന്റെ 100 ഇരട്ടി കലാപ കലുഷിതമാകുമായിരുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മതേതരത്വം എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. നന്ദി.